കാരണം ഒരു കാര്യം സത്യമാണ്, യേശുദാസ് ഒന്നേ ഉള്ളൂ. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര ഗാനത്തിൽ മലയാളത്തിൽ, ഞാൻ എല്ലാവരും പറയുന്നില്ല, മലയാളത്തിൽ, തമിഴ് തെലുങ്കിൽ എസ് പി ബാലസുബ്രഹ്മണ്യം ഉണ്ട്, ഹിന്ദിയിൽ മുഹമ്മദ് റാഫി ഉണ്ടായിരുന്നു. അതെ അതെ, ഒരിക്കലും റാഫി യേശുദാസിനെ താഴെ ഞാൻ പറയില്ല. അപ്പോൾ പക്ഷേ മലയാളത്തിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് യേശുദാസിൻ്റെ പാട്ടിൽ നമ്മൾ കാണുക. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ദൈവിക സ്പർശമുണ്ട് സത്യത്തിൽ. നമുക്ക് വേറെ ഒരുപാട് പാട്ടുകാരുണ്ട്, പക്ഷെ ഒരു ഈശ്വര സ്പർശമുള്ള ഒരു പാട്ടാണ് അത് അങ്ങേര് പ്രയോജനപ്പെടുത്തി. ഇപ്പം തരങ്കടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയ ലളിതഗാനങ്ങൾ സ്വാമി ഈണം പകർന്ന് HMB ലോങ് പ്ലേ റെക്കോർഡായിട്ട് ഇറക്കി. അതാണ് ആ പാട്ട്, ആ റെക്കോർഡിൽ വേണം യേശുദാസിൻ്റെ ശബ്ദം ആദ്യമായി സ്റ്റീരിയോ കേൾക്കുന്നത്. സ്റ്റീരിയോയിൽ അതുവരെ മോണോയെ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അത് യേശുദാസിൻ്റെ ശബ്ദം സ്റ്റീരിയോയിൽ കേൾക്കുന്ന ആദ്യമായിട്ട് ഇത് ഞാൻ എഴുതിയ ഈ പാട്ടുകളിൽ പുസ്തകം, അതായത് മെലഡീസ് പറഞ്ഞിട്ട് ഇറങ്ങി, 2 ഭാഗം ഇറങ്ങി. അതിൽ ആദ്യത്തെ പാട്ട്, അതിനകത്ത് പാട്ടുകളാണ് കരുതിയിലെ കണ്ടുള്ള പെണ്ണെ ഒക്കെ, പാട്ടുകളൊക്കെ അതിനകത്ത് വന്നതാണ്. ഈ ലോകഗോളത്തിൽ ഒരു ശരാസന്ധ്യയിൽ ഇനിയും ഒരിക്കൽ കണ്ടുമുട്ടും. അപ്പോൾ ആ ആദ്യത്തെ ഡിസ്ക് ചെയ്യുമ്പോൾ 2 ഡിസ്ക് ചെയ്തപ്പോഴത്തേക്ക് പാട്ട് സൂപ്പർ ഹിറ്റായി, ഹിറ്റുകളായി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ 500 കേസറ്റേ മലയാളത്തിൽ വിൽക്കുകയുള്ളൂ. ഇതൊക്കെ 10,000 കണക്കിന് വിറ്റു. അപ്പോൾ HMBക്ക് മനസ്സിലായി യേശുദാസ് ശബ്ദം വിൽക്കും.